എല്ലാ വ്യൂവേഴ്സിനും ജോസ്കോ സൂപ്പർ ഡൂപ്പിന്റെ മറ്റൊരു രസകരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ജോസ്കോ സൂപ്പർ ഡൂപ്പിന്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ്. നമ്മൾ ഓരോ കണ്ടസ്റ്റൻസിനെയായി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിനെയൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ വരട്ടെ, ഇനിയും ഒരുപാട് നല്ല നല്ല കണ്ടസ്റ്റൻസ് വരുന്നുണ്ട്. ഷോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വളരെ എമിനന്റ് ആയിട്ടുള്ള ജഡ്ജിംഗ് പാനലിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. മിമിക്രി രംഗത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ശ്രീ അബി, മലയാളികളുടെ പ്രിയങ്കരിയായ ശ്രീമതി മഞ്ജു പിള്ളായി, പാപ്പി അപ്പച്ച എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം നമുക്ക് സമ്മാനിച്ച ശ്രീ മമാസ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ പെർഫോമൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫിഗർ പ്ലേ. ഇതിൽ പെർഫോം ചെയ്യുന്നവർ രതീഷ് കല്ലറ, മോഹൻ കിടങ്ങൂർ, മജു അഞ്ചൽ, ഷാജി, പ്രദീപ് വലിയറത്തല. അപ്പോൾ ഈ ഫിഗർ പ്ലേയിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. രാധാമണി, രാധാമണി, ഇന്ന് ഞാൻ പണിക്ക് പോകുന്നില്ല. ഹോ, ഇയാളുടെ പറച്ചിലേട്ട തോന്നൂലോ ഇയാള് പണിക്ക് പോയിട്ടാണ് വീട്ടിലുള്ളവര് കഴിയുന്നെന്ന്. അയ്യോടി അയ്യോടി, ഇതെന്തൊരു വേഷമാ! ഇതാണ് ആ കടത്തുകാരന്റെ വേഷം. നമ്മുടെ മകൻ ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. പഴയ വേഷത്തിലൊക്കെ നടന്നാ പറ്റോ? നാട്ടുകാര് വല്ലതും പറയും. ഓ, നാട്ടുകാരൊന്നും പറയത്തില്ല, പക്ഷെ അവൻ പറയും ഇത് അവന്റെ അച്ഛനല്ലെന്ന്. നമ്മുടെ മകനെ ഗൾഫിൽ വച്ചടി കയറ്റമാണെന്ന് തോന്നുന്നു. അതെ അതെ, അവനെവിടെ വെച്ചടി മുകളിലോട്ട് കയറ്റ വരെന്ന് തോന്നുന്നു. അവൻ വന്നപ്പോഴേ കുറച്ച് ഈന്തപ്പഴം കൊണ്ടുവന്നായിരുന്നു. കയ്യിലും കാലിലും നല്ല തഴമ്പും ഉണ്ട്. അവൻ ഉണരുമ്പോ അവനൊരു ഗ്ലാസ് പാല് കൊടുക്കണം. ഓ, കൊടുത്തേക്കാം. പക്ഷേ അവനിവിടുന്ന് പാല് കുടിക്കുന്ന വിവരം നാട്ടുകാരും അറിയരുത്. അതെന്താ? അവരാരെങ്കിലും അറിഞ്ഞാലേ അവന്റെ കളർ കണ്ട് ആരും ഇവിടുന്ന് പാല് വാങ്ങത്തില്ല. ആരും വരണ്ട. അവൻ ഗൾഫിൽ നിന്ന് വന്നതിന്റെ വല്ല പൊങ്ങച്ചോണ്ടോടി. അവൻ എന്റെ മോനാ. അതെ അതെ, അവൻ നിങ്ങളുടെ മകൻ തന്നെയാ. മകൻ ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ. ആളുകള് തോണിയിൽ അക്കരയ്ക്കരയും കൊണ്ടുപോകുന്ന മനുഷ്യനാ. ഇട്ടിരിക്കുന്ന വേഷം കണ്ടില്ലേ? മമ്മി, ഡാഡി, പപ്പ, നമ്മുടെ ചീമപ്പുളിയിൽ ഒരു കക്കയല്ലേ ഇരിക്കുന്നത്. സുലു, എടീ സുലു, നീ ആ ബദാം പരിപ്പിങ്ങെടുത്ത് എറിഞ്ഞാൻ ആ കക്കയുടെ കാലം നൊടിക്കും. നിങ്ങളുടെ ഗൾഫുകാരൻ മകൻ നിങ്ങളെക്കാളും പൊങ്ങച്ചക്കാരനാ. എനിക്ക് കേക്കട്ടായേ, ഈ തന്തയുടെ മോന്റെ പൊങ്ങച്ചൻ കേട്ടാ എന്റെ ചെവി ചീത്തയായിപ്പോ. ഞാനങ്ങ് പോവുക. ആളുകളെ തോണിയിൽ അക്കരെ ഇക്കരെ ഇറക്കിയാണ് ഏട്ടനെ അച്ഛൻ അക്കരെ എത്തിച്ചത്. അക്കരയോ? അതെവിടെ? ഗൾഫിൽ. അച്ഛനെയും അമ്മയെയും കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ലേ ഞാൻ ഗൾഫിൽ കിടന്ന് സുഖിക്കുന്നത്. അവസാനം ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി ഇങ്ങനെ അച്ഛനെ അക്കരെ ഇക്കരെ തുഴയാൻ ഞാൻ വിടില്ല. പിന്നെ വള്ളത്തിലൊരു മോട്ടോർ വെക്കാൻ ഞാൻ തീരുമാനിച്ചു. നിന്റെ കയ്യിൽ അതിന് ക്യാഷ് എവിടുന്ന്? ഏട്ടന്റെ പോക്കറ്റിൽ നിന്നെടുത്തു. അല്ലാതെ എൻ്റെ എവിടുന്നാ കാശ്? വൃത്തികെട്ട സഹോദരൻ. പിന്നെ ഏട്ടനോടുള്ള സ്നേഹം കൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേട്ടന്റെ ഈ പൊങ്ങച്ചമടി ഒന്ന് നിർത്തിക്കൂടെ? ചിപ്പും കെട്ടി ചക്കര കെട്ടി ചക്കട വണ്ടിയോട്ടി ചന്തയിലെത്തി ചിൽവാനം പേശി പൊന്നും വിലയ്ക്ക് വസൂലാക്കി. ആരാ? മനസ്സിലായില്ല. ഈ കത്തി കണ്ടിട്ടും എന്റെ വേഷം കണ്ടിട്ടും മനസ്സിലായില്ലല്ലേ? ഇത് വെറും കത്തിവേഷമാണെന്ന് മനസ്സിലായി. ഞാൻ തേങ്ങ വെട്ടുകാരൻ ശശി. നിന്റെ അച്ഛനിവിടില്ലേ? അച്ഛനെവിടെയെങ്കിലും പോകുമ്പോൾ തെങ്ങ് കൊണ്ടുപോകാറില്ല. താൻ തേങ്ങയിടാൻ വന്നതല്ലേ? കൂലി പറ. കയറുന്നതിനൊന്ന്, ഇറങ്ങുന്നതിനൊന്ന്. ഇതെന്റെ കത്തിത്തുമ്പിലിരിക്കും. ഒന്നെനിക്ക് മുതലാളി തരണം. പിന്നൊരെണ്ണമുണ്ട്, അത് ഞാൻ തരില്ല. അടുത്ത പ്രാവശ്യം തേങ്ങയിടാൻ വരുമ്പോൾ ഒരു JCBയും കൂടി കൊണ്ടുവരണം. അതെന്തിനാണ്? ആ തെങ്ങങ്ങ് പിഴുതോണ്ട് പൊയ്ക്കണം. എന്തിനാണ് തറവാട് മുടിക്കാൻ ഇങ്ങനെയൊരു തെങ്ങ്? ഗൾഫിൽ എങ്ങനെയുണ്ടായിരുന്നു ജീവിതം?
നിന്റെ അറബിയുടെ വീട്ടിൽ തെങ്ങൊക്കെ ഉണ്ടോ? നിന്റെ അറബി ദുഷ്ടനാണോ? എന്റെ അറബിക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. ഒരിക്കൽ അറബി എന്റെ റൂമിൽ വന്നു എന്നെ കെട്ടിപ്പിടിച്ച് പറയുക, എന്നെ ഒന്ന് മലയാളം പഠിപ്പിക്കുമോ എന്ന്. പെട്ടെന്ന് ഞാൻ എന്റെ വീട്ടുകാരെയും നാട്ടുകാരെയും ഓർത്തുപോയി. അതെന്താ? നാട്ടുകാരും വീട്ടുകാരും തലയിൽ കയ്യും വെച്ചെന്നോട് പറഞ്ഞതല്ലേ, മലയാളമെങ്കിലും പഠിച്ചിട്ട് ഗൾഫിലോട്ട് പോകാൻ. ഗൾഫിൽ തെങ്ങുണ്ടോ? ഉണ്ട്. ഇതുപോലെ മണ്ടരി ബാധിച്ച തെങ്ങല്ല. ഇവിടെ ഒരു തെങ്ങിൽ കയറാൻ നീ എത്ര സമയമെടുക്കും? 4 മിനിറ്റ്. ഗൾഫിൽ 2 മിനിറ്റ് മതി. ആ കാണുന്ന 25 നില കെട്ടിടം പണിയാൻ ഇവിടെ എത്ര ദിവസം വേണ്ടി വരും? 1 വർഷം. അവിടെ 6 മാസം മതി. അതുപോട്ടെ, ഇവിടെ ഒരു സ്ത്രീ പ്രസവിക്കാൻ എത്ര മാസം വേണം? 10 മാസം. ഗൾഫിൽ 5 മാസം മതി. അതിലെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്? ഒരു മിസ്റ്റേക്കുമില്ല. എന്റെ ഭാര്യ 5-ാം മാസമാണ് പ്രസവിച്ചത്. അത് തന്റെ കുട്ടിയാണെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? കോൺഫിഡൻസ്? എനിക്ക് നല്ല ഉറപ്പുണ്ട്, നല്ല വിശ്വാസമാണ്. വിശ്വാസം അതല്ലേ എല്ലാം. ജോസ്കോ സൂപ്പർ ഡ്യൂപ്പിൽ ഇനിയൊരു ബ്രേക്ക്.